ഹലോ ഫ്രണ്ട്സ്, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന വലിയ കവാടം കിടന്നിട്ട് വേണം കേട്ടോ വത്തിക്കാൻ സിറ്റീൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ. ഇവിടെയാണെങ്കിൽ നല്ല സുരക്ഷയും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന ബാഗ് അടക്കം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ കിടത്തി വിടുകയുള്ളൂ. നല്ല ജനത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ മഴക്കാറും ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണേലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്താൽ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. വിചാരിച്ചോളം തന്നെ പെട്ടെന്ന് മഴയൊക്കെ പെയ്തു. പകുതി പേരെ കയ്യിലും കുടയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വേഗം ഓടി കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ട് കയറി. 2025 വർഷം ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറുന്നതിന് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക എൻട്രി ഫീസൊക്കെ അവർ വാങ്ങുന്നതാട്ടോ. ഓരോ 25 വർഷവും കൂടുമ്പോഴാണ് ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുന്നത്. ഇത് ആത്മീയ നവീകരണത്തിൻ്റെ ക്ഷമയുടെ ആഘോഷത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് കേട്ടോ കാണുന്നത്. AD 4-ാം നൂറ്റാണ്ടിലെ റോമിലെ സെൻറ്റ് പീറ്ററിൻ്റെ ശവകൂടത്തിന് മുകളിൽ ഒരു ബസിലിക്ക നിർമ്മിച്ചതോടെയാണ് കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്ന നിലയിൽ വത്തിക്കാൻ്റെ ചരിത്രം ആരംഭിച്ചത്. 1929 പാർട്ടീഷൻ ഇറ്റാലിയൻ സർക്കാർ ലാറ്റിൻ ഉടമ്പടിയുടെ പ്രകാരം വത്തിക്കാൻ സിറ്റിയുടെ സ്വതന്ത്ര പരമാധികാരം അംഗീകരിച്ചു. റോമൻ കത്തോലിക്ക സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെടുന്ന പോപ്പിനാണ് പരമാധികാരം. ഈ കത്തീഡ്രലാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ കത്തീഡ്രലാട്ടോ. നമുക്ക് കുറേ സമയം എടുക്കും ഇതൊക്കെ ഒന്ന് ചുറ്റിക്കാണാനും. പിന്നെ ഒരു സ്ഥലത്ത് അധികം നേരം സ്റ്റെക്കായിട്ട് നമുക്ക് നിൽക്കാനും പറ്റത്തില്ല. അന്നേരത്തേനും ആൾക്കാർ വന്നിങ്ങനെ കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കണ്ടിങ്ങനെ പോകണം. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് കണ്ടിട്ടും മതിയാകുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ നിൽക്കുന്ന കുറേ വിശുദ്ധന്മാരുടെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലരുടെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് മഴ പെയ്തുകൊണ്ട് അവിടെയൊക്കെ നനഞ്ഞാണ് കിടക്കുന്നത്.